എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പറയുന്നത് പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. നമ്മള് ആധുനിക ലോകത്ത് വളരെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഖങ്ങള് പലതും മറ്റാരൊക്കെയോ നിർണയിക്കുന്നു. നമ്മുടെ ശ്വാസം എങ്ങനെ വേണമെന്നുള്ളത് മറ്റാരോ തീരുമാനിക്കുന്നു. നമ്മുടെ ശരീരം എങ്ങനെ വേണമെന്ന്, ആരോഗ്യം എങ്ങനെ വേണമെന്ന്, മനസ്സെങ്ങനെ വേണമെന്ന്, നമ്മൾ എവിടെ കിടക്കണമെന്ന്, എങ്ങനെ കിടക്കണമെന്നൊക്കെ ആരൊക്കെയോ തീരുമാനിക്കും. തീരുമാനങ്ങൾ കൂടി വരികയാണ്. അതിന്റെ തീരുമാനത്തിന്റെ ആ വള്ളി മുറുകി വരികയാണ്. അക്കാലത്ത് ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പോലും അവരുടെ നിയന്ത്രണത്തിൽ ആയിത്തീരുന്ന ഒരവസ്ഥയിൽ, ഉദാഹരണത്തിന് ജനനവും മരണവും. ജനനം എന്നുള്ള അത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ ആകട്ടെ, മരണം എന്നുള്ള പ്രക്രിയ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെ സ്വാഭാവികമായി നടക്കേണ്ടത്. ഒരു അപകടം നടന്നാൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതേ രീതിയിൽ നടത്തേണ്ടതാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിത പശ്ചാത്തലത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക ലോകം. അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് അതെല്ലാം പറയുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. അതിന്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ള ഒരു അന്വേഷണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യോത്തരയുടെ സമയത്ത് ചോദിക്കുക, ഉറപ്പായിട്ടും പറയാം. അപ്പൊ ഇവിടെ ഈ ജനനം എന്ന് പറയുന്നത് കൃത്രിമമായിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് വിചാരിക്കുന്നവരും, മരണം എന്നുള്ളത് വളരെയേറെ സങ്കീർണമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആവശ്യമുള്ള ഒരു സംവിധാനത്തിനകത്തൂടെ കയറി ഇറങ്ങേണ്ടുന്ന ഒന്നാണെന്ന് നമുക്ക് വിചാരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രകൃതി തത്വശാസ്ത്രം അനുസരിച്ച്, പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഇതിനെ എങ്ങനെ സമീപിക്കാം എന്നതാണ് നമ്മുടെ പ്രമേയം. പക്ഷെ ഞാൻ അതിന്റെ സാങ്കേതികതകളിലേക്കും സങ്കീർണതകളിലേക്കും ഒന്നും അധികം കടക്കാതെ സിമ്പിൾ ആയിട്ട് ആ വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കാത്ത, നമ്മൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നതിനെ അവതരിപ്പിക്കാനാണ് ഞാൻ അത് ശ്രമിക്കുന്നത്. എന്താണ് ഇത് എന്ന് ബോധ്യമായതിനു ശേഷം ചോദ്യോത്തരിയുടെ സമയത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ നിരൂപണങ്ങൾ പറയുന്നതിലൂടെ നമുക്കിതിനെ മുൻപോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഒരു പക്ഷേ ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അപ്പോ ഈ ഒരു ഉറപ്പിന്റെ പുറത്ത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമസ്കാരം മുരുകേശൻ. അപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് കയറാം. ആ വിഷയത്തെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ പ്രസന്റേഷന്റെ സഹായം തേടുന്നുണ്ട്. നിങ്ങൾക്ക് പോയിന്റുകൾ കുറിച്ചെടുക്കാനുള്ള സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണത്. മാത്രമല്ല അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക്, നോൺ മലയാളി ആയിട്ടുള്ള ആളുകൾക്കും അത് ഫോളോ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രസന്റേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെഷൻ കേൾക്കുക, മനസ്സിലാക്കാത്ത വാക്കുകൾ, മനസ്സിലാക്കാത്ത സങ്കേതങ്ങളെല്ലാം കുറിച്ചിടുക. അതെന്തെന്ന് അവതരണത്തിന് ശേഷം ചോദിക്കുക. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒളിമ്പസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അവതരണമല്ല സെഷൻ, അവതരണമല്ല ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇടപെട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനെ മയൂട്ടിക് പഠന സംവിധാനം എന്നാണ് പറയുക. അപ്പൊ അത്തരത്തിലൊരു ഇന്ററാക്ഷനിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അതിനു മുമ്പ് എന്താണ് ഇത് എന്ന് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ആ പ്രസന്റേഷൻ ഉപയോഗിക്കുന്നു. പ്രസന്റേഷനിലേക്ക് എല്ലാവരും വരിക. ഇക്കോലിറ്ററസി എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്, പ്രകൃതി സാക്ഷരത എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന സീരീസ് ആണ് ഫ്രൈഡേ വിസ്ഡം ഓൺ സസ്റ്റൈനബിലിറ്റി, ഗുഡ് ബർത്ത് ആൻഡ് ഗുഡ് ഡെത്ത്, സുജനനവും സുമരണവും. ഇതിന്റെ ഇടയിൽ ഒന്നുകൂടെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്, സുജീവിതത്തെ കുറിച്ച്. നന്നായിട്ട് എങ്ങനെ ജീവിക്കാം, അപ്പോഴാണ് നന്നായിട്ട് ഒരു ജന്മം നൽകാൻ കഴിയുക, നന്നായിട്ട് മരിക്കാൻ കഴിയുക. ഇത് ദ ഫാക്കൽറ്റി ഓഫ് ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പ്, ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് ഇക്കോളജി ആണ് അവതരിപ്പിക്കുന്നത്. ഇത് ഇതുപോലെയുള്ള പല സെഷനുകൾ കേട്ട ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു ഫെലോഷിപ്പ് ആണ്. നിങ്ങൾക്കും തുടർന്ന് പഠിക്കാനും ചേർന്ന് നിൽക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് വിഷയത്തിലേക്ക് കയറാം. അതിനു മുമ്പ് ഒരു ആമുഖം പറയട്ടെ. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ് ഇക്കോളജി എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ 1981 കുട്ടികളുടെ ഓർഗനൈസേഷനായിട്ട് തുടങ്ങിയതാണ്. 1994 ഇതൊരു കമ്മ്യൂണായിട്ട് മാറി. പിന്നീട് 2006 കൂടി ഇത് ഗുരുകുലം എന്നുള്ള രൂപത്തിലേക്ക് വന്നു. 2016 നമ്മൾ ഇക്കോ വില്ലേജിനുള്ള ലാൻഡ് വാങ്ങിച്ചു. ഇപ്പോൾ ഇക്കോ വില്ലേജ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്.
കൂടെ ജീവിക്കാനുള്ള ആളുകളൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. ഇനി വരാൻ പോകുന്ന ആഗതമാകുന്ന പ്രതിസന്ധികൾ അതിജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് ജീവിക്കുകയേ വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ കൂടെയുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വേൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോ ഡീപിക്കോളജിക്കൽ വിസ്ഡം എന്നുള്ളതാണ് നമ്മുടെ ആസ്പിറേഷൻ. ഓക്കെ, നമുക്ക് എന്താണ് വേദനയില്ലാത്ത ജനനവും വേദനയില്ലാത്ത മരണവും എന്നുള്ളത് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്കറിയാം ജനനവും മരണവും സ്വാഭാവികമാണ്. ഏതൊരു ഒരു പുഷ്പം ഉണ്ടാകുമ്പോൾ അതൊരു ജനനമാണ്. പുഷ്പത്തിൽ നിന്നൊരു കായ് ഉണ്ടാകുമ്പോൾ അത് ഒരു ജനനമാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിനിടയിൽ നമ്മൾ കീടനാശിനി അടിച്ചിട്ട് ഒരു പരാഗരേണു പോലും പ്രവർത്തിക്കില്ല എന്ന രീതിയിലേക്ക് മാറ്റിയാൽ അത് അസ്വാഭാവികമാണ്. അത്തരം അസ്വാഭാവികതകളുടെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത് സ്വാഭാവികമാണെന്ന് പറയുമ്പോൾ അതിന് ഒരു അത്ഭുതാവസ്ഥ ഉള്ളത്. മരണവും അതുപോലെ സ്വാഭാവികമായതാണ്. ഓക്കെ, ഈ മരണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജനനം എന്നുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലൊരു നിയന്ത്രണവും ഇല്ല, ഒന്നുമില്ല. ശരിയാണ്, നമുക്കത് ഉറപ്പുമില്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ഉറപ്പ്, നമ്മളെല്ലാവരും മരിക്കുമെന്നുള്ളതാണ്. ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരേ ഉറപ്പ് നാം മരിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ഉറപ്പും ജീവിതത്തിലില്ല. നമ്മൾ ഏത് വഴി പോകും, എത്രത്തോളം പോകും, എങ്ങനെ പോകും, എന്തുകൊണ്ടാകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ മരണത്തെയാണ് നമ്മൾ പലപ്പോഴും പേടിക്കുന്നത്. ഓക്കെ, നമ്മുടെ വിശ്വാസങ്ങൾ ഇക്കാര്യത്തില് ജനനം എന്നുള്ളത് വേദനാജനകമാണെന്നുള്ളതാണ്. ജനനം വേദനാജനകമാണെന്ന് പറയുന്നത് പോലെ തന്നെ മരണവും വേദനാപൂർണമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മളാരും മരിച്ചിട്ടില്ല, മരിച്ചവരുടെ അനുഭവം നമുക്കില്ല, ജനിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ ജനനം വേദനയുള്ളതാണ്, നമ്മൾ കാണുന്നുമുണ്ട് എവിടെയൊക്കെയോ. കാരണം നമ്മൾ കരഞ്ഞിട്ടൊക്കെയാണ് ജനിച്ചത്. അപ്പോ ഈ ജനനം എന്നുള്ളത് ജനിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടായിരുന്നു, മരിക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു അസംഷനാണ്. പെയിൻ ഉണ്ടായിരുന്നു എന്നുള്ള അസംഷനാണ്, പെയിൻ ഇല്ലാതാകും എന്നുള്ളതും അസംഷനാണ്. പക്ഷെ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വല്ലാതെ കരയുകയോ വല്ലാതെ വിഭ്രമപ്പെടുകയോ ഒക്കെ ചെയ്യും. പെയിൻ ഇല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ആവുന്നില്ല. അവിടെയാണ് നമ്മൾ ഇതിന്റെ ഒരു അന്വേഷണം നടത്തേണ്ടി വരിക. ഇതില് ഈ ജനനവും മരണവും വേദനാജനകമാണോ? സത്യത്തില് അങ്ങനെയാണെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒരു അന്വേഷണം ആവശ്യമാണ്. അതിന്റെ വ്യത്യസ്ത തരം പെർസ്പെക്ടീവ്സും എക്സ്പീരിയൻസും സമൂഹത്തിലുണ്ട്. ഇപ്പൊ സമൂഹത്തിൽ ഒരാൾ ജനിക്കുന്നു, ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു. ജനനം എന്നുള്ളത് ഇപ്പൊ ഒരു സ്ത്രീക്ക് പ്രസവിക്കാനായി, അത് ആശുപത്രി കൊണ്ടുപോയാലും സമൂഹം വല്ലതും പറയും, ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ വല്ലതും പറയും, ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് പ്രസവിച്ചാൽ വല്ലതും പറയും. അപ്പൊ സൊസൈറ്റിക്ക് വളരെ വിവിധമായിട്ടുള്ള പെർസ്പെക്ടീവ്സും നിലപാടുകളുമാണുള്ളത്. അപ്പോ നമുക്ക് അതിനെ റിലൈസ് ചെയ്യാൻ കഴിയില്ല. വേദന ഉള്ളത് പ്രസവം, സുഖപ്രസവം, പിന്നെ കീറിമുറിച്ച പ്രസവം, അങ്ങനെ പലതരം പ്രസവങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഇവിടെ. പലപ്പോഴും മതങ്ങൾ പറയുന്നത് ഇങ്ങനെയല്ല. നൊന്തു പെറ്റു, നൊന്തു പെറണം, നോവാതെ പെറ്റിട്ടുണ്ടെങ്കിൽ അതെന്തോ അപകടമാണ്, അല്ലെങ്കിൽ അത് വിശുദ്ധമല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ മെഡിസിൻ ഉപയോഗിക്കുന്ന, ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ, ചികിത്സാ സങ്കേതങ്ങളൊക്കെ പ്രസവത്തെ നല്ലൊരു പ്രസവത്തെയും മരണത്തെയും നല്ലൊരു കച്ചവട സാധ്യതയുള്ളതാക്കിയത് കൊണ്ട് അതിന് പലതരം വ്യാഖ്യാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഭാവികമായ മരണം എന്നുള്ളത് ഈ വന്ന് ഇപ്പോഴും ആരും അംഗീകരിക്കാത്തൊരവസ്ഥയാണെന്ന് വരെ വന്നിട്ടുണ്ട്. എന്നാൽ പ്രാകൃതികമായി നോക്കുമ്പോൾ, പ്രകൃതിയുടെ പക്ഷത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ജനനവും മരണവും സ്വാഭാവികമാണ്, തികച്ചും സ്വാഭാവികമാണ്. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ വളരെ വന്യമായിട്ടുള്ള ഇടങ്ങളിൽ വർഷങ്ങൾ താമസിച്ചിട്ടുള്ള ഒരാളാണ്. മനുഷ്യരെ കാണാതെ തന്നെ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട്. സ്വാഭാവിക ഭക്ഷണം മാത്രം കഴിച്ചിട്ട്, അതായത് അടുപ്പത്ത് വെച്ചത് കഴിക്കാതെ വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ജീവിതാവസ്ഥകളിലൊക്കെ എന്റെ കൂടെ ജീവിച്ചിരുന്ന ഞാൻ വളർത്തിയ മൃഗങ്ങളും എന്റെ അരികിലൂടെ വന്നുപോയ മൃഗങ്ങളും ജീവജാലങ്ങളും ഒക്കെ തന്നെ അവയുടെ ജനനവും മരണവും ഒക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം അർബൻ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ജീവികൾ, മനുഷ്യർ വളർത്തുന്ന ജീവികൾക്ക് പ്രസവം എന്നുള്ളത് വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇക്കോ വില്ലേജിലെ രമണി പ്രസവിച്ചു കൂട്ടുന്നു. അവള് പ്രസവിക്കുന്ന സമയത്ത്, പശുവാണ് രമണി പ്രസവിച്ചു കൂട്ടുന്ന സമയത്ത് പ്രസവത്തിന്റെ 1 മിനിറ്റ് മുമ്പ്
പ്രസവത്തിന് ശേഷവും അവിടെ ഒരേപോലെ തന്നെയാണ്. പ്രസവിക്കുന്ന സമയത്ത് ഒന്ന് അനങ്ങാതെ നിൽക്കും, ഇത് മാത്രമാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മരണങ്ങൾ. ഞാൻ ജീവിതത്തിൽ ഈ ജനനത്തിന്റെ കാര്യം പറയാം. അപ്പൊ ഈ ഒരു ആശയത്തെ മുൻനിർത്തി അമ്മ കുഞ്ഞിനെ നൊന്തുപറ്റാൽ അമ്മയും കുഞ്ഞും രോഗികൾ എന്നുള്ള ഒരു പോസ്റ്റർ 1997 നമ്മൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു കേന്ദ്രത്തിൽ നമ്മൾ തൂക്കിയപ്പോ അവിടെ വന്ന് കണ്ട ചില ആളുകൾ അതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ള അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത്തരത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറായതിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ ആദ്യത്തെ വേദനയില്ലാത്ത പ്രസവം കണ്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് പ്രസവങ്ങളെല്ലാം ആ കാലത്ത് 10-30 കൊല്ലം 20 ചില്ലറ കൊല്ലം മുമ്പാണ് അങ്ങനെയുള്ള ചിലതെല്ലാം കണ്ടക്ട് ചെയ്തു. പക്ഷെ പിന്നീട് സാമൂഹ്യമായിട്ടുള്ള നിലപാടുകളിലും ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ ആ വഴിക്ക് പോകുന്നത് നമുക്കത്ര ശുഭകരമല്ലാന്ന് തോന്നിയത് കൊണ്ട് സമൂഹം അതിനെ എടുക്കുന്ന രീതി, നമ്മൾ എടുക്കുന്ന രീതിയല്ല, പിന്നീട് അതുണ്ടാക്കുന്ന പുലിവാലുകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ പ്രസവത്തിലല്ല പുലിവാല്, പ്രസവാനന്തരമുള്ള കാര്യങ്ങളിൽ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാവുന്ന പുലിവാലുകളെ കുറിച്ച് അതിൽ നിന്ന് പിന്മാറി. ഇതേ കാലത്ത് തന്നെ നമ്മൾ സുമരണങ്ങളെയും പരിചയപ്പെടുത്തിയിരുന്നു. മരണം എന്നുള്ള ആ ഒരു പ്രോസസ് വളരെ സങ്കീർണമാകുന്നത് ശരീരത്തെ സങ്കീർണമാക്കുന്ന, ശരീരപ്രവർത്തനങ്ങൾ സങ്കീർണമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയാൽ മരണം വളരെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതും കാണിക്കാൻ നമുക്ക് പറ്റി. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം എന്റെ പിതാവിന്റെ മരണം സുമരണമായിരുന്നു. ഒരു വേദനയും അറിയാതെ പതുക്കെ ഡാംപ് ചെയ്തിട്ടാണ് അദ്ദേഹം കാലയവനകത്തേക്ക് മറഞ്ഞത്. അപ്പോ ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ സുജനനവും സുമരണവും സുസാധ്യമാണ് സുജീവനത്തിലൂടെ എന്നത് ബോധ്യമായപ്പോ അത് ഒരു പൊതുവേദിയിൽ പറയുന്നത്, ഒരിക്കൽ കൂടെ പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ്, അതൊന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് ഇന്നത്തെ വ്യവസായ പ്രസവത്തിന്റെയോ വ്യവസായ മരണത്തിന്റെയോ ഒന്നും മറുപുറമല്ല. അതെങ്ങനെയാകാം എന്നുള്ളതിന്റെ ഒരു വ്യാഖ്യാനം മാത്രമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആശുപത്രിയിൽ പോയി പ്രസവിക്കാനും ആശുപത്രിയിൽ പോയി ഭരിക്കാനുമാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഒരിക്കലും നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു ജനറൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കറിയാം. ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എല്ലാ സംഭവങ്ങളും, ജീവിതത്തിലെ സ്വാഭാവികമായ എല്ലാ പ്രവർത്തനങ്ങളും പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതിയിൽ എല്ലാം സംഭവിക്കുന്നത് തനതായിട്ടാണ്. ബൈ ഇറ്റ്സെൽഫ്, എവറിത്തിങ് ഹാപ്പൻ ബൈ ഇറ്റ്സെൽഫ്. അതെല്ലാം തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇപ്പോ ഒരു ചെറിയ ചെടിയുടെ അല്ലെങ്കിൽ ഒരു മൊട്ട് നാമ്പിടുന്നത്, പൂവിടുന്നത്, അത് ഒരു കായായി മാറുന്നത്, അത് മുളയ്ക്കുന്നത്, അതിന്ന് വിത്തുണ്ടായത് മുളയ്ക്കുന്നത്, ഇതെല്ലാം വളരെ സ്വാഭാവികമായി വളരെ നൈസർഗികമായിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിന് മുറ്റത്തൊരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയിലെ പൂക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാവും. ഇതെല്ലാം വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നു. ആ സ്വാഭാവികതയെ പിന്തുണയ്ക്കാൻ വേണ്ടി സൂര്യൻ വരുന്നു, ശലഭങ്ങൾ വരുന്നു, വെള്ളം വരുന്നു, കാറ്റ് വരുന്നു. ഇവയെല്ലാം കണ്ടു നിൽക്കാനായിട്ട് നമ്മുടെ സാന്നിധ്യവും ഉണ്ടാകുന്നു. ഈ ഒരു പ്രാകൃതികമായ ചലനത്തിൽ ഇതെല്ലാം വളരെ ഭംഗിയായി സംഭവിക്കും. നമ്മുടെ ശരീരത്തിൽ നോക്കും, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഉണ്ടാകുന്നത് ബഹളത്തോടു കൂടിയല്ല, വളരെ സ്വാഭാവികമായിട്ട് വളരെ സൗഖ്യത്തോടു കൂടി ഉണ്ടാവുന്നു. ശരീരത്തിന്റെ പോഷണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നു. കോശങ്ങൾ മരിക്കുന്നുണ്ട്, ആ മരണം പോലും വളരെ സ്വാഭാവികമായി സംഭവിക്കും, നമ്മൾ അറിയുന്നേയില്ല. അതേസമയം അവയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കോശത്തിന്റെ അകത്തേക്ക് നമ്മൾ ഒരു കമ്പി കൊണ്ട് കുത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തുളച്ച് കയറിയാൽ, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അശുഭകരമായ അശുദ്ധമായ ഒരു ദ്രവ്യത്തെ ശരീരത്തിനകത്തേക്ക് കയറ്റിയാൽ പിന്നെ ഈ സെൽ ഫോർമേഷനും ന്യൂട്രീഷനും അല്ലെങ്കിൽ സെൽ ഡെത്തും എല്ലാം തന്നെ പെയിൻഫുൾ ആയിരിക്കും. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനകത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയാൽ പിന്നെ അവിടെ നമ്മൾ വെല്ലുവിളികളെ നേരിടേണ്ടി വരും. അപ്പോ ഈ സിവിലൈസ്ഡ് അനിമേറ്റ്സ് ആണ് എപ്പോഴും ഈ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത്. കാട്ടിൽ പോകുന്ന സമയത്ത് കാട്ടിലെ ജീവികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാറില്ല. കാട്ടിലെ ജീവികൾക്ക് എന്തെങ്കിലും അബദ്ധമോ അപകടമോ വരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ്, അല്ലാതെ സ്വാഭാവിക രീതിയിൽ അവിടെ ഒന്നും വരാറില്ല.
ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള ജീവികൾക്ക്, മനുഷ്യർ വളർത്തുന്ന ജീവികൾക്കാണ് ഇത്തരം ചാലഞ്ചസ് ഉണ്ടാവും. അവരുടെ സെൽഫ് ഫോർമേഷന് ചാലഞ്ചസ് ഉണ്ടാവും, അവരുടെ ന്യൂട്രീഷന് ചാലഞ്ചസ് ഉണ്ടാവും, അവരുടെ സെൽ ഡെത്തിന് ചാലഞ്ചസ് ഉണ്ടാവും, അവരുടെ ഡെത്തിന് ചാലഞ്ചസ് ഉണ്ടാവും, അവരുടെ ബർത്തിന് ചാലഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത് വളർത്തുമൃഗങ്ങളിൽ മനുഷ്യരുടെ വളർത്തുമൃഗങ്ങളെ തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഇൻഡിജിനിയസ് കൗസ് ഉണ്ട്. ഇപ്പൊ നാടൻ പശുക്കള്, നമ്മുടെ രമണീയ നാടൻ പശുവാണ്. നാടൻ പശുവിന് ഈ ഒരു പ്രശ്നമില്ല, അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നത്. അതേസമയം അയൽപക്കത്തുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പശുവാണെന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പെയിന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഇൻഡിജിനിയസ് കൗ തന്നെ നാട്ടിൻപുറത്താണ്, അല്ലെങ്കിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കൗ തന്നെ വളരെ നാട്ടിൻപുറത്ത് വളരെ വന്യമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവയുടെയും പെയിൻ എല്ലാം വളരെയധികം റെഗുലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഇൻഡിജിനസ് കൗവിനെ തന്നെ അർബൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ പോസ്റ്റർ തിന്നുന്ന ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് പെയിൻഫുൾ ആയിട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരിട്ട് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളതാണ്, നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്റെ ഇപ്പോഴത്തെ ജനനവും മരണവും എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതൊന്നും നോക്കുക ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, നമ്മള് വളരെയധികം മോഡിഫൈഡ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഇത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണ്. രാത്രി ആയാല് ചേക്കേറുന്ന സ്വഭാവമുള്ള ജീവികൾക്കിടയിൽ നമ്മുടെ സ്വഭാവം എന്താ? രാത്രി ആയാലാണ് നമ്മൾ ജീവിതം തുടങ്ങുക. നമുക്ക് വേണ്ടുന്ന ഭക്ഷണത്തെ സ്ലോ ഫുഡിന് പകരം നമ്മൾ ഉടനടി ഉണ്ടാക്കിയെടുക്കുന്ന കുറെ യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരുപാട് വിശ്രതങ്ങളുള്ള ഏതൊക്കെയോ ഭക്ഷണം തെരുവിൽ നിന്നും വാങ്ങിച്ചു കഴിക്കുന്നവരാണ്. അങ്ങനെ ജീവിതത്തിലെ സ്വാഭാവികമായ ഉറക്കത്തെയും ഭക്ഷണത്തെയും വസ്ത്രത്തെയും എന്തിനു വേണ്ട പരിസ്ഥിതിയെയും സർവ്വതിനെയും മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അതിനെയെല്ലാം നഗരവൽക്കരിച്ചു. സ്വാഭാവികമായ വന്യപ്രകൃതിയുടെ ഒരു അവസ്ഥയിൽ നിന്ന് നഗരവൽക്കരിച്ച് അതിനെ മെട്രോവൽക്കരിച്ച ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതൊരു വല്ലാത്ത അവസ്ഥയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും മിസ്യൂസ്ഡ് ആണ്. ആർക്കോ വേണ്ടി എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുപോലെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന, ആർക്കോ വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നൈറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് തെരുവിൽ ചെന്ന് തെരുവ് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ആളുകൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ആർക്കും അറിയില്ല. ഇതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഉണ്ടായതിന്റെ പുറകെ നമ്മൾ പോവുകയാണ്. ആ പാറ്റേൺ ഉണ്ടാക്കി നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും വഴിതെറ്റിക്കപ്പെട്ടതാണ് മിസ്ലെഡ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ വഴിതെറ്റിക്കപ്പെട്ടവരാണ്. ഇതിൽ നിന്നും നമ്മളെ പുനഃസ്ഥാപിക്കാൻ, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ അൺമെയിൻറ്റൈൻഡ് ആണ്. നമ്മൾ വിശ്രമിക്കുന്നില്ല, നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നില്ല. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ എല്ലാം ശുദ്ധീകരിക്കണം. ജീവന്റെ ഒരു പ്രധാന സ്വഭാവമാണ് റെസിലിയൻസ് അഥവാ പുനഃസ്ഥാപന ശേഷി എന്ന് പറയുന്നത്. ശരീരത്തെ ഏതെങ്കിലും വിധത്തിലൂടെ നമ്മൾ ജീവിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ വരുന്ന തട്ടുകേടുകളെല്ലാം പുനഃസ്ഥാപിക്കാൻ ശരീരത്തിന് കഴിയും. അതിന് വിശ്രമം മാത്രം മതി. വിശ്രമം കൊണ്ട് മാത്രമേ ശരീരത്തിന് ഉണ്ടാവുന്ന ഏത് കേടുപാടും മാറ്റപ്പെടുകയുള്ളൂ. കാരണം ശരീരത്തിന് ഒരു ഏകകോശത്തിൽ നിന്നും ഇത്രയേറെ വലിയ ബഹുക്രമമായ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ശാരീരിക വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുത്ത ജീവന് വിശ്രമം നൽകിയാൽ, ആ ജീവനെ മറ്റു വഴികളിലേക്ക് കൊണ്ടുപോകുന്നത് ഒഴിവാക്കി വിശ്രമം നൽകിയാൽ ശരീരം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും സ്മൃതിയോടുകൂടി. ആ സ്മൃതിയോടുകൂടി എന്നുള്ളത് പറയാതിരിക്കുക വയ്യ എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത്. ഒരു ഓർമ്മയുണ്ടെങ്കിലും, അതായത് ഇപ്പോ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വീണ്ടും പൂർവ്വസ്ഥിതിയാവും. പച്ചവെള്ളമാവില്ല, ചൂടാക്കി അരച്ച വെള്ളമാകും. ആ പഴയ സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷെ ഈ ഒരു മെമ്മറി ഉണ്ടാവും, ചൂടാക്കിയിരുന്നു എന്ന മെമ്മറി ഉണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ വിശ്രമിപ്പിച്ചാൽ അത് ഏതെല്ലാം സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലൂടെ പോയി വന്നതാണെങ്കിലും അത് പുനഃസ്ഥാപിക്കപ്പെടും. അങ്ങനെ നമ്മൾ അതിനെ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്നത് റീഇൻസ്റ്റേറ്റഡ് ടു ആൻ എക്സ്റ്റെന്റ്, ഒരു പരിധിവരെ പുനഃസ്ഥാപിക്കപ്പെടും. ഏത് പഴയ അവസ്ഥയിലേക്ക് പോകും. ശരീരം അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിന് അടുത്ത അവസ്ഥയിലേക്ക് പോകും. അതാണ് ടു ആൻ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രഭാഷണം മുഴുവൻ കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്താലും നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും ഒരുപാട് മാറിയവരാണ്. അതുകൊണ്ട് തന്നെ
പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാനപരമായി A to Z പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമ്പൂർണ്ണമായി പുനഃസ്ഥാപനം സാധ്യമാവില്ല. അതുകൊണ്ട് ഇത് വിഷയപരിചയത്തിന് വേണ്ടിയുള്ള ഒരു സമീപനം മാത്രമായിട്ട് എടുക്കുക. മുഴുവനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ റീഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അത് കഴിയാത്തിടത്തോളം ഇറ്റ് ക്യാൻ ബി റീഇൻസ്റ്റേറ്റഡ് ടു ആൻ എക്സ്റ്റെന്റ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഒരു പരിധി വരെ മാത്രമാണ് നമുക്ക് ശരീരത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ആ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്, റെസിലിയൻസിലേക്ക് പോവുക എന്നുള്ള പ്രോസസ്, ഇറ്റ്സ് പോസിബിൾ ഓൺലി ത്രൂ നാച്ചുറൽ ലൈഫ്. സ്വാഭാവിക ജീവിതത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതൊരു ഉപകരണം കൊണ്ടോ, ഒരു അന്യ വസ്തു കൊണ്ടോ, ഒരു അന്യ ജൈവ വസ്തു കൊണ്ടോ, ഒരു അന്യ വ്യക്തി കൊണ്ടോ, ഒരു അന്യ പ്രതിഭാസം കൊണ്ടോ അത് സംഭവിക്കില്ല. ശരീരത്തിന്റെ ജീവൻ എന്ന പ്രതിഭാസം കൊണ്ട്, ശരീരത്തിന്റെ സ്വയം സംഘാടകത്വം എന്ന് പറയുന്ന ജൈവ പ്രതിഭാസം കൊണ്ട് മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അതിന് സ്വാഭാവിക ജീവിതം മാത്രമാണ് വഴി. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഇത് റീഇൻസ്റ്റേറ്റിംഗ് ഫ്രം ദ അഡൾട്രേഷൻസ് നമ്മൾ നോക്കാം. ഈ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനൊരു റീ എഞ്ചിനീയറിംഗ് ആപ്ഷൻ, നമ്മൾ എഞ്ചിനീയർ ചെയ്തതിനെ തിരിച്ച് എഞ്ചിനീയർ ചെയ്തെടുക്കുന്ന റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെയ്യാവുന്ന, ഞാൻ മുമ്പേ പറഞ്ഞു, മോഡിഫൈഡ്. നമ്മുടെ ജീവിതം മോഡിഫൈഡ് ആണ്. ഒറിജിനൽ വിട്ടിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒറിജിനലാക്കാൻ കഴിയണം. ആ ഒറിജിനലിലേക്ക് കൊണ്ടുപോവുക എന്ന ആശയം നമുക്ക് വേണം. ഞാൻ ഒറിജിനൽ ആകണം എന്നുള്ള താല്പര്യം എനിക്ക് വേണം. ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടെന്നുള്ള അറിവ് എനിക്ക് വേണം. അതിലേക്ക് നമ്മൾ ചെല്ലണം. അപ്പൊ ബി ഒറിജിനൽ. നിങ്ങൾ അർബനൈസ്ഡ് ആണ്. അത് നിങ്ങളുടെ സ്വാഭാവിക തട്ടകം വിട്ടിട്ട് നിങ്ങൾ ഏതൊക്കെയോ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു വല്ലാത്ത ഭൂമികയിലേക്ക് ചെന്ന് അവിടുത്തെ യന്ത്രത്തിന്റെ ഭാഗമായി ഒരു യന്ത്രമായി മാറിയിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡൾട്രേഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ മണ്ണിലേക്ക് നിങ്ങളെ പറിച്ചു നടണം. എല്ലാവർക്കും സാധ്യമാണെന്നറിയില്ല. എനിക്ക് ജോലിയാണ് മുഖ്യം, എനിക്ക് ശമ്പളമാണ് മുഖ്യം, ഞാൻ ഉണ്ടാക്കിയ സ്വത്താണ് മുഖ്യമെന്ന് പറയുന്നവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. ഞാനാണ് മുഖ്യമെന്ന് വിചാരിക്കുന്നവർക്ക്, ഞാനും എന്റെ വ്യക്തിത്വവും എന്റെ സ്വത്വവുമാണ് മുഖ്യമെന്ന് പറയുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഇത് അർബനൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും റൂറലൈസ് ആയി മാറുക എന്നുള്ളത്. നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, തെറ്റായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആരൊക്കെയാലോ നമ്മളെ ആരൊക്കെയാലോ നാം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധാലുവായിട്ടിരിക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളെ അവർ പിടിച്ചു വലിച്ച് വേറൊരു വഴിക്ക് കൊണ്ടുപോകുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ മിസ്ലൈഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക. നിങ്ങൾ എവിടേക്കാണ് വഴിതെറ്റുന്നത്, എന്താണ് ശരിയായ വഴി, എന്താണ് തെറ്റായ വഴി എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയുക. ഓക്കെ. നിങ്ങൾ അൺമെയിൻറ്റൈൻഡ് ആണെങ്കിൽ ബി മെയിൻറ്റൈൻ. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നൊരു കാര്യത്തിലേക്ക് നിങ്ങൾ തിരികെ വരിക. അങ്ങനെ വരുമ്പോഴാണ് എങ്ങനെയാണ് ഈ റീ എഞ്ചിനീയറിംഗ് എന്നുള്ള സംഭവം വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക. ഓക്കെ. ഈ റീ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുക എന്നുള്ളത് ചില പ്രത്യേക വഴികളിലൂടെയാണ്, ചില പ്രത്യേക കാര്യങ്ങളിലൂടെ. അതിന് നമ്മുടെ ശരീരം വ്യവസ്ഥാ നിയമപ്രകാരം നമ്മുടെ ശരീരം ഒരു വ്യവസ്ഥയാണ്. അതൊരു പരിസരം എന്നുള്ളൊരു മഹാവ്യവസ്ഥയ്ക്കകത്താണ് ജീവിക്കുന്നത്. ഈ ശരീരം നിലനിൽക്കാനായിട്ട് അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്ന ഇൻപുട്ടുകളെ സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും വേണ്ടാത്തവയെ ഈ പരിസരത്തേക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഫ്ലോ പാറ്റേൺ എന്ന് പറയും. ഈ പാറ്റേണിലൂടെയാണ് ഇത് പോകുന്നത്. അതിനെ റെഗുലേറ്റ് ചെയ്യുക, കൃത്യമായ രീതിയിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക, അതിനെ വേണ്ടും വിധം കൈകാര്യം ചെയ്യുക. നമ്മുടെ തലച്ചോറിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ വയറിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ശ്വാസകോശത്തെ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മുടെ അവയവങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ മാനസിക തലത്തെ വൈകാരികതയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഞാൻ എളുപ്പത്തിൽ മനസ്സിലാകാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുവെന്ന് മാത്രം. ഓക്കെ. അപ്പോ ഇതിൽ ആ റെഗുലേഷൻസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ബ്രെയിൻ റെഗുലേഷൻസ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട്, സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണ് പ്രകൃതിയിൽ, എന്താണ് പ്രകൃതി, എന്താണ് പ്രകൃതിയുടെ ഘടന, പ്രകൃതിയുടെ വിന്യാസം എങ്ങനെയാണ്, പ്രകൃതിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൽ ഞാൻ എന്ന പ്രകൃതി എവിടെയാണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുക. അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് ചില സങ്കേതങ്ങൾ കിട്ടിയേക്കാം, അതിനപ്പുറത്തേക്ക് അത് പോവില്ല. ആ ഒരു അറിവിൽ നിന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, മസ്തിഷ്കത്തിന് മനസ്സിലാക്കി കൊടുക്കണം, ജനനവും മരണവും ഒരിക്കലും ഒരു ആക്സിഡന്റൽ ഇവന്റ് അല്ല. ജനനം എന്ന് പറയുന്നത് ആക്സിഡന്റൽ അല്ല, മരണം എന്ന് പറയുന്നത് ആക്സിഡന്റൽ അല്ല. അതൊരു
യാന്ത്രിക പ്രവർത്തനവുമല്ല, അതൊരു ജൈവ പ്രവർത്തനമാണ്. ജൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഇത് തൽക്കാലം എടുക്കുക, അറിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണെങ്കിലും അതൊരു യാന്ത്രിക പ്രവർത്തനമല്ല. ജനനവും മരണവും ഒരു യാന്ത്രിക പ്രവർത്തനമല്ല, യന്ത്രങ്ങളുടെ സഹായത്താൽ നടപ്പിലാക്കേണ്ട ഒരു കാര്യമേ അല്ല അത്. മാത്രമല്ല അത് ഹ്യൂമൻ സെൻട്രിക് ആക്ടിവിറ്റി അല്ല, മനുഷ്യൻ നിർമ്മിച്ച് മനുഷ്യനാൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്റെ കാര്യത്തോടു കൂടി തീരുന്ന ഒരു പ്രോസസ്സും അല്ല. അത് പ്രകൃതിയുടെ മെക്കാനിസമാണ് ജനനവും മരണവും. അത് ഹ്യൂമൻ സെൻട്രിക് ആക്ടിവിറ്റി അല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോ അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബോഡി ഈസ് നോട്ട് എ മെഷീൻ. ശരീരം ഒരു യന്ത്രമല്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വമാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, ഡോക്ടർമാർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? എന്താണ് ജീവൻ എന്ന് പഠിക്കുന്നുണ്ടോ? എത്ര ഡോക്ടർമാർക്ക് ഈ ജീവൻ എന്താണെന്ന് തിരിച്ചറിയും? അറിയില്ല. ജീവൻ മുകളിലോട്ട് നോക്കും. നമ്മൾ ജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവന്റെ ലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ച വസ്തുക്കൾക്കുമുള്ള ലക്ഷണത്തെ കുറിച്ച് പറയും. അതല്ലല്ലോ. ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വമാണ്. അതൊരു പ്രതിഭാസമാണ്. അതിന് ദ്രവ്യത്തിന്റെ പഞ്ചമുഖങ്ങളെ കുറിച്ച്, 5 പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, 5 ഡയമെൻഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതല്ല വേദി എന്നുള്ളത് കൊണ്ട് അത് ചോദ്യോത്തരിക്ക് വിടുന്നു, താല്പര്യമുള്ളവർക്ക് ചോദിക്കാം. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് സെൽഫ് ഓർഗനൈസേഷൻ ആണ്. ശരീരം എന്ന് പറയുന്നത് ഒരു യന്ത്രമല്ല. ഇത്രയും മനസ്സിലാക്കുക. നാച്ചുറൽ ഈവൻസ് ആർ ഫ്ലോലെസ്. പ്രകൃതിയിലെ നിർദ്ധാരണങ്ങളെല്ലാം, പ്രകൃതി പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ യുക്തി ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് കുറ്റമറ്റതാണ്. അതെല്ലാം സ്വാഭാവികമായി തന്നെ പ്രവർത്തിക്കും. പ്രകൃതിയിൽ എല്ലാം വെൽ ഡിസൈൻഡ് ആണ്. മനുഷ്യയുക്തി അതിനകത്തേക്ക് കയറുന്ന സമയത്ത് ആ ഡിസൈനിൽ കുഴപ്പം വരും. അവിടെ മുതൽ ഇത് പ്രശ്നമായി തുടങ്ങും. അതുകൊണ്ട് മനസ്സിലാക്കുക, പ്രകൃതിയിലെ സംഭവങ്ങളെല്ലാം തന്നെ ഫ്ലോലെസ് ആണ്. ഞാൻ പറയുന്നത് ബ്രെയിൻ റെഗുലേഷനെ കുറിച്ചാണ്, നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന തിരിച്ചറിവുകളെ കുറിച്ചാണ്. ഓക്കെ, ഇനി ബോഡി ഈസ് കേപ്പബിൾ ടു റിസൈൻ. ശരീരം എന്ന് പറയുന്നത് പുനഃസ്ഥാപകത്വം ഉള്ളതാണ്. ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഓയിന്റ്മെന്റ് പുലർത്തേണ്ട കാര്യമില്ല, വെറുതെ വിട്ടാ മതി, അത് ശരിയായിക്കോളൂ. ഓയിന്റ്മെന്റ് പുരട്ടുക എന്നുള്ളത് നമ്മുടെ ചില വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ്, കേവല വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്, ജീവനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോ ബോഡി ഈസ് കേപ്പബിൾ ടു റിസൈൻ ഇഫ് യു ഫോക്കസ്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, ഈ തിരിച്ചറിവിലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണ്, ഇറ്റ് വിൽ ഫോക്കസ് യു. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, അതായത് സ്വാഭാവിക ജനനം, സ്വാഭാവിക മരണം, സ്വാഭാവിക ജീവിതം എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള, ജീവൻ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് അതിന്റെ പണി നോക്കിക്കോളും. ശരിയാം വിധം ഇതെല്ലാം പ്രവർത്തിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമെന്നത് മനസ്സിലാക്കുക. ഇനി ബ്രെയിനെ റെഗുലേറ്റ് ചെയ്തതുപോലെ അടുത്തൊരു സാധനമാണ് സ്tomach എന്ന് പറയുന്നത്. ഓക്കെ, സ്tomach എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഭക്ഷണത്തിന്റെ ഒരു പ്രോസസ് ചെയ്യാനുള്ള കേന്ദ്രമായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടുന്ന ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആയിരിക്കണം. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശമായി വന്നതായിരിക്കരുത്. അത് അതിന്റെ ഒറിജിനൽ ഫോമിലുള്ളതായിരിക്കണം. അതിൽ രാസവസ്തുക്കളോ കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രോസസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ളതോ അല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ലോക്കലൈസ്ഡ് ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ മാത്രം, സൂര്യൻ പ്രകൃതിയിൽ കാണുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. സൂര്യൻ ഇല്ലാത്തപ്പോൾ വായടയ്ക്കുക, ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഏതൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് ആണ് കഴിച്ചതെങ്കിൽ, ചോറും കറിയുമാണ് കഴിച്ചതെങ്കിൽ, കേരള ശൈലിയിലുള്ള ചോറും കറിയുമാണ് കഴിച്ചതെങ്കിൽ അത് ദഹിക്കാൻ മിനിമം 16 മണിക്കൂർ വേണം. ആ മിനിമം 16 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് മറ്റൊരു ഭക്ഷ്യവസ്തു വായിൽ ഇടില്ല എന്ന് തീരുമാനിക്കുക. അതാണ് ഗിവ് സഫിഷ്യന്റ് ഡൈജഷൻ ടൈം എന്ന് പറയുന്നത്. ജീവനുള്ള ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്നത് അടുപ്പത്ത് വെച്ച് പുഴുങ്ങി കൊന്നുകളഞ്ഞ ഭക്ഷണമാണെങ്കിൽ അതിന് നിങ്ങളുടെ ഈ ജീവനെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവനിലേക്കുള്ള ജീവകത്ത് നൽകണമെങ്കിൽ അതിൽ ജീവനുള്ള ഭക്ഷണം ഉണ്ടായിരിക്കണം. സാധ്യമാകത്തത്ര ജീവനുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള, വേണ്ടുന്നത്ര വിശ്രമം നൽകുക. നമ്മൾ ഇങ്ങനെ കടലമണി കുടിക്കുന്നു, അതിനുശേഷം ചായ കുടിക്കുന്നു, അതിനുശേഷം മറ്റേ വട തിന്നുന്നു, അതിനുശേഷം നമ്മൾ മറ്റേ വേറെന്തെങ്കിലും കഴിക്കുന്നു, അതിനുശേഷം കുഴിമന്തി കഴിക്കുന്നു. ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് വയറിനെ ബാധിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ആണ്, നിങ്ങളുടെ വികാരങ്ങൾ. ആ വികാരങ്ങൾ എന്താണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു
കാലാവസ്ഥയാണ് വികാരമെന്ന് തിരിച്ചറിഞ്ഞ് ഈ വികാരത്തെ കടത്തിവിടാൻ തയ്യാറാവുക. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നും ഇമോഷണൽ ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോ ലെറ്റ് ഗോ യുവർ ഇമോഷണൽ ബാഗേജസ്, നിങ്ങളുടെ വൈകാരിക ഭാണ്ഡങ്ങളെല്ലാം കടത്തിവിടാൻ തയ്യാറാവുക. അതുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഈ വയർ എന്നുള്ള സംവിധാനം ശരിയാമിത് പ്രവർത്തിക്കുള്ളൂ. അപ്പൊ തലച്ചോറ് ശരിയാകണം, വയറ് ശരിയാകണം. ഇത് നമ്മള് പുതുതായിട്ട് ഗർഭം ധരിക്കാൻ പോകുന്ന ആളുകൾക്കും സുമരണത്തിന് തയ്യാറെടുക്കുന്ന ആളുകൾക്കും കൊടുക്കുന്ന ഗൈഡ് ലൈൻ ആണെന്ന് കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഇനി ലങ്സിന്റെ റെഗുലേഷൻ, ഞാനത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അതിന് ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മനസ്സിലാക്കുക, നമ്മുടെ ജീവന്റെ പ്രൈം ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് എയർ ആണ്. അയണൈസ്ഡ് ഓക്സിജൻ ആണ് നമ്മുടെ ജീവിതത്തെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നത്. ആ ശ്വാസത്തെ ബ്ലോക്ക് ചെയ്യാതിരിക്കാം മാസ്ക് ഇട്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കവചങ്ങൾ ഇട്ടിട്ടോ, അല്ലെങ്കിൽ നമ്മളൊരു AC റൂമിനകത്ത് കയറിയിരുന്നിട്ടോ ഒക്കെ നമ്മൾ നിരന്തരം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയെ ഒഴിവാക്കുക. ഡു നോട്ട് ബ്ലോക്ക് ബ്രീത്തിങ്, ബ്രീത്ത് കോൺഷ്യസ്ലി. നിങ്ങൾ ശ്വസിക്കുക, ശ്വസിക്കുന്നത് നമ്മൾ അറിയാറില്ലല്ലോ, അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഈ ശ്വാസം എന്നുള്ളത് ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെ ശ്വസിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് 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 അതൊരു ശീലമാക്കുക. ശ്രദ്ധിക്കുമ്പോൾ വയറങ്ങോട്ട് പോകണം. ശ്രദ്ധിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ശ്വസിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറങ്ങോട്ട് പോകണം, ശ്വാസം വെളിയിലേക്ക് പോകുമ്പോൾ വയറങ്ങോട്ട് പോകണം എന്നുള്ളതിനൊക്കെ പ്രകൃതിക്ക് ഒരു കണക്കുണ്ട്. കൃത്രിമ ഭക്ഷണം കഴിച്ചവർക്ക് ഈ കണക്ക് തെറ്റിയിട്ടുണ്ടാവും. അതെങ്ങനെയാണെന്ന് അറിഞ്ഞ് റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ബ്രീത്ത് കോൺഷ്യസ്ലി എന്ന് പറയുന്നത്. ബ്രീത്ത് അയണൈസ്ഡ് എയർ, സൂര്യപ്രകാശത്തിൽ അയണീകരിക്കപ്പെട്ടിട്ടുള്ള വായു ബ്രീത്ത് ചെയ്യുക. ഓക്കെ, അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള പ്രാണായാമം പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്യുക വഴി ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനി ഒന്നാണ് ഓർഗൻ റെഗുലേഷൻ എന്നുള്ളത്, നമ്മുടെ അവയവങ്ങളെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളത്. എന്റെ കൈ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ പുറംചെറിയാനും വായയിൽ ഭക്ഷണം ഇടാനും വേണ്ടിയാണ്. ഞാൻ സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ പർപ്പസ് സർവേ ചെയ്യില്ല. എന്റെ കണ്ണുണ്ടാക്കിയിട്ടത് മൊബൈൽ ഫോൺ നോക്കിയിരിക്കാനല്ല. ഇപ്പോൾ അത്യാവശ്യ ഉപകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, ശരി. പക്ഷെ അത് മാത്രമാണ് പണിയെന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് നമ്മൾ പ്രകൃതിയുടെ വിഭവങ്ങളെ കാണാനും, വിഭവം എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ ഈവന്റുകളെ കാണാനും മറ്റ് ദ്രവ്യങ്ങളെ കാണാനും ഒക്കെയാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളതാണ്. അതിന് നിന്ന് പിൻവാങ്ങി അവയെല്ലാം സ്ക്രീനിലൂടെ മാത്രം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് മാറ്റുക. അത് അതിന്റെ പർപ്പസിന് ഉപയോഗിക്കുക. ശരീരത്തിന് ഓരോ അവയവത്തിനും സഫീഷ്യന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ചലനങ്ങൾ ഉണ്ടാക്കുക. അതിന് വേണ്ടുന്ന സഫീഷ്യന്റ് ആയിട്ടുള്ള വ്യായാമങ്ങൾ നൽകുക. അതുപോലെ തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള, അതിന് വേണ്ടുന്നത്ര പ്രാകൃതികമായിട്ടുള്ള പോഷണങ്ങൾ നൽകുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങൾ നൽകുക. ആവശ്യത്തിന് പ്രോട്ടീൻസ്, ആവശ്യത്തിന് മിനറൽസ്, ഇതെല്ലാം നൽകുക. ഇത് ഭക്ഷണത്തിലൂടെയാണ് ക്രമീകരിക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ സ്റ്റൊമക്കിനെ കൈകാര്യം ചെയ്യാനല്ല ഭക്ഷണ ക്രമീകരണം അവിടെ നമ്മൾ മുഴുവനായിട്ട് നടത്തുന്നത്. അത് ഇവിടെ ഇതിനെ കൈകാര്യം ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെൻസ് റെഗുലേഷൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കുക. സെൻസസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ കണ്ണു തുറന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഉയർന്ന രീതിയിലുള്ള ഊർജത്തെ അത് ഉപയോഗിക്കും. ശരീരത്തിന്റെ ഊർജത്തെയാണ് ശരീരത്തിന്റെ റെസിലിയൻസിനായിട്ട്, ശരീരത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശരീരം ഉപയോഗിക്കുക. അതിനെ മുഴുവൻ നമ്മൾ കണ്ണും തുറന്നു വെച്ച് ചെവിയും തുറന്നു വെച്ച് നമ്മൾ ഇരിക്കുകയാണ്. പ്രകൃതിയിലേക്കാണ് തുറന്നു വെക്കുന്നതെങ്കിൽ വലിയ പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ ഉപകരണങ്ങളിലേക്ക്, വ്യവഹാരങ്ങളിലേക്ക് തുറന്നു വെച്ച് കഴിഞ്ഞാലോ മനസ്സിലാക്കുക, അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക. അല്ലാത്തപ്പോൾ കണ്ണടച്ചു വെക്കുക, ചെവി കേൾക്കാതാക്കുക. ഇതിന് കണ്ണ് തുറന്നു വെച്ചാലും കാണാതിരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ, അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അത്തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ്സിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെയായിരിക്കുന്നു അതിൽ മാത്രമായിരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ അനാവശ്യമായിട്ടുള്ള ചലനങ്ങളിലേക്ക് പോകാതിരിക്കും. അതാണ് അൺയൂസ് ഇറ്റ് വെൻ നോട്ട് ഇൻ യൂസ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ അതിനെ ഉപയോഗിക്കാതിരിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയയിൽ നിന്നും മാറി നിൽക്കുക. മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ മീഡിയ മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, എല്ലാത്തരം മീഡിയ. ഇപ്പൊ മീഡിയ പേഴ്സൺസ് ഒക്കെ ഇവിടെയുണ്ട്. വായനയിൽ നിന്ന് വരെ, അനുചിതമായ വായനയിൽ നിന്ന് വരെ മാറി നിൽക്കുക. ഇത് പറഞ്ഞല്ലോ, സുമരണവും സുജനനവും പ്രതീക്ഷിക്കുന്നവർക്കുള്ള നിർദ്ദേശമാണിത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വഴികളെല്ലാം നിങ്ങൾക്കും ബാധകമാണ്. ഇനി ഒന്നുകൂടെ നോക്കാം, മെന്റൽ ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെയും വൈകാരികതയുടെയും റെഗുലേഷൻ നടത്തുന്നത്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം നമുക്ക് അതിനു വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ ഉള്ളത് കൊണ്ട് താല്പര്യമുള്ളവർക്ക് അവിടെ വന്നത് മനസ്സിലാക്കാം.
മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, നമ്മുടെ സ്വത്വമുണ്ടല്ലോ, നമ്മുടെ സ്വാഭാവികമായ നൈസർഗികമായ സ്വത്വമുണ്ടല്ലോ, ഈ സ്വത്വത്തെ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുക, അതിനെ സ്വാഗതം ചെയ്യുക. ഞാൻ എന്നതിനെ സ്വാഗതം ചെയ്യുക. വേറെ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, അപ്പൊ ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് എന്ന് പറയുന്ന മറ്റുള്ളവർ തരുന്ന ഐഡന്റിറ്റിക്ക് പകരം ഞാൻ എന്ന ഞാനാണ് എന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുക, അതിലേക്ക് ചെല്ലുക, നമ്മളിലേക്ക് ചെല്ലുക. എക്സ്പീരിയൻസ് ദ റിഥം ഓഫ് നേച്ചർ. പ്രകൃതിയുടെ താളത്തെ എക്സ്പീരിയൻസ് ചെയ്യുക. പ്രകൃതിയുടെ താളം നമുക്ക് വെളിയിലും കാണാം, അകത്തും കാണാം. നമ്മുടെ ശ്വാസത്തിലും ഹൃദയസ്പന്ദനത്തിലും ഒക്കെ പ്രകൃതിയുടെ താളത്തെ കാണാം. ഇതിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, അതിലായിരിക്കുക, അതിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ഭയത്തെയും വ്യാകുലതകളിൽ നിന്നും വെളിയിലേക്ക് വരിക. എന്തിനാണ് ഭയവും വ്യാകുലതയും നമുക്കുണ്ടാകുന്നത് നോക്കിയാൽ, അതിനെ നിരീക്ഷിച്ചാൽ, അതിനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാരിറ്റി ഇല്ലായ്കയാണ്, നമ്മുടെ അറിവില്ലായ്കയാണ്, നമുക്ക് കാലത്വം ഇല്ലായ്കയാണ് അതിന് കാരണമാകുന്നത്. അവയിൽ നിന്നും വെളിയിലേക്ക് വരിക, അനുചിതമായ അകാരണമായ ഭയങ്ങളിൽ നിന്നും വ്യാകുലതകളിൽ നിന്നും വെളിയിൽ വരിക. അപ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്യപ്പെടും. ബി ഇമോഷണലി ഇന്റലിജന്റ്. നിങ്ങളുടെ വൈകാരിക ബുദ്ധി എന്നുള്ള ഒരു അവസ്ഥയുള്ളതാക്കി മാറ്റുക. അതിന് വൈകാരിക സാക്ഷരത ഉണ്ടാവണം, വൈകാരിക പക്വത ഉണ്ടാകണം, വൈകാരിക ബുദ്ധി ഉണ്ടാവണം. അങ്ങനെയാണ് വൈകാരിക സൗന്ദര്യത്തിലേക്ക് എത്തുക. അതിന് ഒരു പ്രത്യേക പദ്ധതി തന്നെ നമുക്കിട്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ വരാം, അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. ബി മൈൻഡ്ഫുൾ. നിങ്ങളുടെ കയ്യിലായിരിക്കുക, നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുക, നിങ്ങളുടെ ശ്രദ്ധയിലായിരിക്കുക, നിങ്ങളായിരിക്കുക. ഓക്കെ. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും ബി മെഡിറ്റേറ്റീവ്. നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ഏകതാനതയിൽ ആയിരിക്കുക. ഈ അവസ്ഥയിലൂടെ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, സോഷ്യൽ റെഗുലേഷൻസ് എന്ന് പറയുന്നത് അത് ഇത്തരത്തിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ, ഈ സമാധി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നതാണ്. എല്ലാ കൾച്ചറിലും ഇതിന് തത്തുല്യമായിട്ടുള്ള സംവിധാനങ്ങൾ, എല്ലാ ഷാമനിക് സംവിധാനങ്ങളിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗൃഹമരണം പോലുള്ള കാര്യങ്ങളും വരെ ഇപ്പോ എന്റർടൈൻ ചെയ്യപ്പെടുന്നില്ല, ഇല്ലേ? നമുക്ക് ഒരാൾ മരിക്കാൻ കിടക്കുന്നിരിക്കും, ഈ സമാധി എന്നുള്ളത് ഇപ്പൊ ആർക്കും അറിയില്ല, അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇപ്പൊ അവൈലബിൾ അല്ല എന്ന് ജനറലി പറയുന്നതാണ്. കഴിഞ്ഞ വർഷം എന്റെ ഗുരു ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെയാണ് മരണം എന്ന് ചെയ്ത് കാണിച്ചതെന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ ഹോം ഡെത്ത് എന്ന് പറയുന്നതും ഇപ്പൊ ആരും അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ മാസം എന്റെ അച്ഛനും ഇതേപോലെ മരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം കാണിച്ചു തന്നല്ല, ആ മരണത്തിലൂടെ കടന്നു പോകുന്നു, സ്വാഭാവിക മരണത്തിലൂടെ കടന്നു പോകുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സാധ്യമാണെങ്കിലും ഇത് സമൂഹം അംഗീകരിക്കുന്നില്ല. നമ്മൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾ ആശുപത്രിയിൽ ICUവില് നമ്മൾ ആരും കാണാതെ അയാൾ ഒറ്റയ്ക്ക് ഏകനായിട്ട് ദുരന്തത്തിലായി സൂചികളുടെയും യന്ത്രങ്ങളുടെയും നടുവിലായിരുന്നു മരിക്കണമെന്നാണ് നമ്മുടെ സങ്കല്പം. അത് നമ്മുടെ സാമൂഹിക സങ്കല്പമാണ്. സമാധി എന്ന് പറയുന്നത് അങ്ങനെ ആകരുത്. അങ്ങനെ ഒരാൾക്ക് സ്വയം ജീവൻ വെടിയുന്ന ഒരു ബോധ്യത്തിലായിരിക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ സങ്കല്പം. അതിനു പകരം ഇതെല്ലാം സമൂഹം നമ്മുടെ മുന്നിൽ കെട്ടിവെക്കുന്നതാണ്. അപ്പൊ സമൂഹം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് സോഷ്യൽ കസ്റ്റം ടു റിലേ ഓൺ ഹോസ്പിറ്റൽസ്. നമുക്ക് ഇങ്ങനെ എന്ത് വന്നാലും, മരിക്കണമെങ്കിലും ജനിക്കണമെങ്കിലും ഹോസ്പിറ്റലിനെ ആശ്രയിക്കണം എന്നുള്ള ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. മറ്റൊരു സാധനമാണ് ഈ റിലേറ്റീവ് ബയസ് എന്നുള്ളത്. ബന്ധുക്കളെ കൊണ്ടുള്ള ഒരു വല്ലാത്ത ശല്യമുണ്ട്. എന്താ കൊണ്ടുപോകാത്തത്, എന്താ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത്, എന്താണ് നിങ്ങൾ മരുന്ന് കൊടുക്കാത്തത്, എന്താണ് നിങ്ങൾ കഞ്ഞി കൊടുക്കാത്തത്, എന്താണ് മൂക്കിൽ കൂടെ ഭക്ഷണം കൊടുക്കാത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നത് കാണാം. മരണത്തിന്റെ സമയത്ത്, പ്രസവത്തിന്റെ സമയത്തോ നിങ്ങൾ സ്കാൻ ചെയ്തില്ലേ, മാസം സ്കാൻ ചെയ്തില്ലേ, മാസം അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഒന്നിലധികം ഡോക്ടർമാരെ കാണിച്ചില്ലേ, ഈ വക കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേൾക്കാം. ഇതെല്ലാം റിലേറ്റീവ്സിന്റെ ബയസ് ഉണ്ടാവും. സോഷ്യൽ പ്രഷർ ഉണ്ടാവും, സമൂഹത്തിലെ അയൽപക്കക്കാരുടെയും ഒക്കെ പ്രഷർ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ചാലഞ്ചസ് ആണ്. ഈ സുമരണത്തിലേക്കും സുജനനത്തിലേക്കും പോകാൻ കഴിയാത്ത തരത്തിലുള്ള വെല്ലുവിളികളാണ്. അതേസമയം സപ്പോർട്ടീവ്സ് ഉണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് സപ്പോർട്ടീവ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള കുടുംബാംഗങ്ങളാണ് നമുക്കുള്ളതെന്നിരിക്കട്ടെ. എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ സഹോദരങ്ങള്, എന്റെ ഇണ, എന്റെ കൂടെയുള്ള ആളുകൾ, അവർക്കെല്ലാം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സുജനനത്തെക്കുറിച്ചും സുമരണത്തെക്കുറിച്ചും പറയുമ്പോഴും ഇത് രണ്ടും ആണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ചെന്നപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആളുണ്ടാവും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയും. അതിന് വേണ്ടുന്ന ഒരുപാട് വശങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആളുണ്ടാവും. ഓക്കെ. മൂന്നാമത്
നമ്മൾ ഈ കാര്യത്തില് പണ്ട് പറഞ്ഞ അനുഭവങ്ങൾ പറഞ്ഞല്ലോ, ആ സമയത്തെല്ലാം തന്നെ ഇപ്പൊ പ്രത്യേകിച്ചും എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ ഒരു മിഡ് വൈഫിന്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യത്തിൽ വന്നിരുന്നു അത്, പക്ഷെ അത് പൂർണ്ണമായിട്ടെന്ന് പറയുകയില്ല, രണ്ടാമത്തെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഈ മരണത്തെ കണ്ടറിയുന്ന ആളുകൾ, മരണത്തെ കണ്ട് സൂചിപ്പിക്കുന്ന ആളുകൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ എനിക്ക് ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ എന്നെക്കാളും എത്രയേറെയോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അവരുടെ സഹായങ്ങളൊക്കെ കിട്ടുന്നത് ഒന്നായിരിക്കും. അതിലൂടെയാണ് നമുക്ക് സുജനനത്തിലേക്കും സുമരണത്തിലേക്കും ഒക്കെ പോകാൻ കഴിയും. ഓക്കെ, ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് പോകുമ്പോഴാണ് ഇതിലും രസകരമായിട്ടുള്ള പലതും വരിക. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ, ഒന്നാമത് നിങ്ങളുടെ കുടുംബത്തിന് സുമരണം നടത്തുകയാണെങ്കിലും സുജനനം നടത്തുകയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് കാര്യത്തെക്കുറിച്ച് അറിയാം. നിങ്ങൾക്ക് മാത്രം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം സ്വാഭാവികത എന്നുള്ളതിനെ അവർക്ക് മനസ്സിലാവുകയും അവരെ സമ്മതിക്കുകയും അവരത് അംഗീകരിക്കുകയും അവർ കൂടെ നിൽക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഡു നോട്ട് ഡിനൈ ഹോസ്പിറ്റൽസ്. ഈ പ്രകൃതി ജീവനക്കാരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ അങ്ങ് നിഷേധിക്കും. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല എന്നൊക്കെ പറയും. ഹോസ്പിറ്റലിനെ നിങ്ങൾ നിഷേധിക്കും തോറും സാമൂഹ്യമായിട്ടുള്ള പ്രഷർ, കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ, സോഷ്യൽ സിസ്റ്റത്തിൽ നിന്നുള്ള പ്രഷർ, ഇപ്പൊ പുതിയ ആരോഗ്യ ബില്ല് പോലുള്ള കാര്യങ്ങൾ, അവയിൽ നിന്നുള്ള പ്രഷർ എല്ലാം നിങ്ങളെ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. അത് നിങ്ങളുടെ ടോട്ടൽ സിസ്റ്റത്തെ കൊളാപ്സ് ആക്കും. അതുകൊണ്ട് തന്നെ ഡിനേ ചെയ്യാതിരിക്കുക, ഹോസ്പിറ്റലിനെ നിഷേധിക്കാതിരിക്കുക. ഇനി ഹോസ്പിറ്റലിൽ പോകൊണ്ട് വന്നിരിക്കട്ടെ, നല്ല ഹോസ്പിറ്റൽ ഏതാണെന്ന് നേരത്തെ അന്വേഷിച്ച് വെക്കാം. മരണത്തിനാണെങ്കിലും ജനനത്തിനാണെങ്കിലും നല്ല ഹോസ്പിറ്റൽ ഏതാണെന്ന് അന്വേഷിച്ച് വെക്കുക. അതിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കാതിരിക്കുക. അത് അർജന്റ് ആകുമ്പോൾ മാത്രം, അർജന്റ് ആണെന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക ഹോസ്പിറ്റലിൽ പോക്ക്. അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രം അതിലേക്ക് വിട്ടുകൊടുക്കുക. കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നില്ല, സ്വാഭാവികമായി പോകുന്നുണ്ടെങ്കിൽ ആ വഴി പോട്ടെ എന്ന് വെക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഒരു പ്രിയ ബന്ധു മരിക്കാൻ കിടക്കുകയാണ്. അയാൾക്ക് കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ, മരിക്കാൻ കിടക്കുന്നുവെങ്കിൽ മരിച്ചോട്ടെ എന്ന് വിചാരിക്കണം. അതിനു പകരം മരിക്കാൻ കിടക്കുന്ന വെച്ചാൽ, ഞാൻ പറയുന്നത് ഇപ്പൊ അപകടം പറ്റി ആശുപത്രി കൊണ്ടുപോകാണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് അല്ലാട്ടോ. അപകടം പറ്റിയ ഒരാൾ ആശുപത്രി കൊണ്ടുപോകാനാണ് ഏറ്റവും ഉചിതം. ഞാൻ സ്വാഭാവിക മരണത്തെക്കുറിച്ചും സ്വാഭാവിക ജനനത്തെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. അപ്പോ സ്വാഭാവികമായി മരിക്കാൻ കിടക്കുന്ന ഒരാൾ, അയാൾ മരിക്കുക എന്നുള്ള അയാളുടെ ജീവിത പ്രക്രിയയുടെ ഭാഗമാണ്. അതിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് അയാളെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് പകരം അയാൾക്ക് കോംപ്ലിക്കേഷൻസ്, അയാൾക്ക് വേദനയുണ്ട്, അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ കൊണ്ടുപോവുക. പ്രശ്നങ്ങളില്ലെങ്കിലോ, വെറുതെ കിടക്കുന്ന ഒരാൾ അവിടെ കൊണ്ട് വെന്റിലേറ്റർ കയറ്റി കിടത്തി നമ്മുടെ ബില്ല് അല്ല അവരുടെ ബില്ല് നമ്മൾ പേ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനുവേണ്ടിയല്ല, അതല്ല വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സമൂഹം മുൻപോട്ട് വയ്ക്കുന്ന നോമുകളെ അതിനോട് ഫൈറ്റ് ചെയ്യാതിരിക്കുക, അതിനോട് എതിർത്ത് തോൽപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ചും പ്രതിനിധിക്കാർക്കും ഇവിടെ പങ്കെടുക്കുന്ന ചില ആളുകൾക്കുമുള്ള ഒരു പ്രത്യേക നിർദ്ദേശമാണ്, ഒരിക്കലും സൊസൈറ്റിയോട് ഫൈറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും നല്ലത്, ഇതിൽ നല്ല മിക്കവാറും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഒരു മധ്യമ മാർഗം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ബുദ്ധനൊക്കെ പറഞ്ഞിട്ടുള്ള ആ മധ്യമ മാർഗമാണ് ഇതിൽ ഏറ്റവും നല്ലത്. അതിലൂടെ പോവുക. അങ്ങനെയാണ് നമുക്ക് പ്രായോഗികമായിട്ടത് നടപ്പിലാക്കാൻ കഴിയുക. ഓർക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുജനനമാണെങ്കിലും ശരി, സുമരണമാണെങ്കിലും ശരി, യഥാർത്ഥ ഒരുക്കങ്ങളില്ലാതെ ഒരു സ്വാഭാവികതയും വർക്കിയില്ല. ഇതിനുവേണ്ടി നിങ്ങൾ ഇപ്പൊ നാളെ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഒരുങ്ങേണ്ടതുണ്ട്. ശരീരത്തെ ഒരുക്കേണ്ടതുണ്ട്, മനസ്സിനെ ഒരുക്കേണ്ടതുണ്ട്, വയറിനെ ഒരുക്കണം, തലച്ചോറിനെ ഒരുക്കണം, സമൂഹത്തെ ഒരുക്കണം, കുടുംബത്തെ ഒരുക്കണം. ഇങ്ങനെ ഒരുക്കി കുറെ കാര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഇത് സാധ്യമാണ് എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. നമുക്ക് അപ്പോ ഇതുവരെ വന്ന യാത്ര ഇതാണ്. എന്താണ് വേദനയില്ലാത്ത പ്രസവമെന്നും വേദനയില്ലാത്ത മരണമെന്നും നമ്മൾ പറഞ്ഞു. എന്താണ് അതിന്റെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യന്റെ ജനനവും മരണവും ഇപ്പോഴത്തേത് എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതിനെ അഡൾട്രേഷൻസിൽ നിന്നും റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്, അതായത് അതിനെ വഴിമാറിയതിൽ നിന്നും തിരിച്ച് പുനഃസ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു. അതിന്റെ എങ്ങനെയാണ് അതിന്റെ റീ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ പ്രോസസ് നടക്കുന്നത്, ബ്രെയിൻ റെഗുലേഷൻ എന്താണ്, സ്റ്റൊമക് റെഗുലേഷൻ എന്താണ്, ലങ് റെഗുലേഷൻ എന്താണ്, ഓർഗൻ റെഗുലേഷൻ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. മെന്റൽ ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ മധ്യമ മാർഗമാണെന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. നല്ലപോലെ ഒരുങ്ങേണ്ടതെന്നും പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചോദ്യോത്തരയിലേക്ക് പോകാം.
അപ്പോ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം, അറിയാവുന്നത് പറയാം, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഇതൊരു തർക്കമല്ല, ആശയം പങ്കിടലാണ് എന്നത് മനസ്സിലാക്കുക. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഗ്രീൻ ഫൗണ്ടേഷൻ, ഗ്രീൻ ഇക്കോ വില്ലേജ്, പാലക്കാട് 9497628007 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. കൂടുതൽ അറിയേണ്ടവര്, കൂടുതൽ തുടർന്ന് ബന്ധപ്പെടണമെന്ന് താല്പര്യമുള്ളവര് നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറും ചാറ്റ് ബോക്സിൽ കുറിച്ചിടുക. നമ്മൾ നിങ്ങളെ ഉടനെ തന്നെ ബന്ധപ്പെടുന്നതായിരിക്കും. അപ്പോ ഇത്ര നേരം അവതരണം കേട്ടതിന് നന്ദി. ഇനി ശരിയായ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. നന്ദി, നമസ്കാരം.